നമസ്കാരം, മനുശങ്കറാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കുണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം സിമ്പിളായി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മതിയായ രേഖകളില്ലാതെ, മതിയായ സംവിധാനങ്ങളില്ലാതെ യാത്ര ചെയ്യുന്ന കുറച്ച് ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പറയുന്നത് പോലെ കേരളമോ തമിഴ്നാടോ ആന്ധ്രയോ തെലങ്കാനയോ അല്ലെങ്കിൽ മറ്റ് മഹാരാഷ്ട്രയോ അല്ലെങ്കിൽ ഡൽഹിയോ പോലുള്ളൊരു സംസ്ഥാനമല്ല. അവിടെ മാവോയിസ്റ്റ് ഏറ്റവും കൂടുതൽ, കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, പട്ടാളത്തെ, പോലീസിനെ, സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, സർക്കാർ ഉദ്യോഗസ്ഥരെ ഏറ്റവും കൂടുതൽ വധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതൊരു നിസാരവൽക്കരിച്ച് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. തീവ്ര കമ്മ്യൂണിസ്റ്റുകൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ള ഒരു വിഭാഗം താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഛത്തീസ്ഗഡ്. അപ്പോൾ അത് അത്രയും നാരോ ആയിട്ടുള്ള ഒരു റിമോട്ട് സ്റ്റേഷനായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്തുണ്ടായ ഒരു വിഷയത്തെ കേരളത്തിലെ രാഷ്ട്രീയവൽക്കരിച്ചു കാണിക്കുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ മാധ്യമ സംസ്കാരത്തിൻ്റെ മുന്നോടിയായുള്ളൊരു പ്രവർത്തനമാണ്. അതിന് വേറെ സിമ്പിളായിട്ട് വേറെ ഒന്നും പറയാനില്ല. കാര്യം ഇപ്പം ഈ ഇടയ്ക്ക് കോൺഗ്രസിൻ്റെ ഒരു ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളത് നോക്കുമ്പോൾ ഇപ്പം ഒരു കമ്മ്യൂണിറ്റി ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ മാനസികമായി തയ്യാറാകുന്ന ആ ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗങ്ങൾ സംഭവിക്കുന്നത്. കാര്യം ദൃശ്യമാധ്യമ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസുകാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അത് ഒരു സത്യസന്ധമായ കാര്യമാണ്. പല അന്തിച്ചർച്ചകളും കാണുമ്പോൾ സത്യസന്ധമായി, നീതിപൂർവമായി, നിത്യയുക്തമായി പ്രവർത്തിക്കേണ്ട മാധ്യമ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരൊന്നും അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാകുന്ന ഒരു സാധാരണ കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്, കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കുവാൻ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണ് ഈ ഛത്തീസ്ഗഡുമായി മുന്നോട്ട് പോകുന്നൊരു കാര്യം. ഒരു മാവോയിസ്റ്റ് ഏരിയയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ അവിടെ വേണ്ടത്ര ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, എൻ്റെ ആധാർ കാർഡ്, ഞാനുമായി ബന്ധപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തെ ചോദ്യം ചെയ്ത കുറച്ച് ആളുകളും അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ സംവിധാനവും ഇത് മൊത്തവും മോശമാണ്. അവിടെ BJP ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ചർച്ച ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം. ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമില്ല. ഒരു വിഭാഗം BJPക്കൊപ്പം ചേരുന്നു എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ BJPക്ക് കേരളത്തിലൊരു ഗ്രോത്ത് ഉണ്ടാകുമെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അലർജിയുടെ ഭാഗം മാത്രമാണ് ഈ ഒരു വിഷയം. ഇതൊരിക്കലും ഛത്തീസ്ഗഡിലെ ജനങ്ങളെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന, ഞാൻ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ മുഴുവൻ സംസ്ഥാനം, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ആളുകൾക്കൊപ്പം ജോലി ചെയ്യുവാൻ ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പ്രദേശത്തുള്ള ആളുകൾ, ഈ സംഭവം നടന്ന ഛത്തീസ്ഗഡിലെ ഈ പ്രദേശത്തുമായുള്ള ബന്ധപ്പെട്ട ആളുകളുമായി തന്നെ സംസാരിക്കുവാൻ ഒരു ഇടയായത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാകുന്നത്. ഇത് കേരളത്തിലെ വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള വിഷയമാണ്. അവിടെ നടക്കുന്നത് നിയമപരമായ രാജ്യത്തിൻ്റെ നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ അവിടെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. മതപരിവർത്തനമോ മറ്റെന്തോ എന്തോ ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ അവിടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അവിടെ BJPയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ദയവ് ചെയ്ത് എൻ്റെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ് ഏത് ചാനൽ തുറന്നാലും, ഏത് ചാനലൊന്നും ഞാൻ തീർത്ത് പറയുന്നില്ല, കേരള മലയാള മാധ്യമങ്ങളിലെ കുറച്ച് മലയാള ചാനലുകൾ തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിന് പുറത്തേക്ക് അവരുടെ ഈ കച്ചവടം മുതലാവാത്തത് കൊണ്ട്, ഇപ്പോൾ ഇടത് വലത് മുന്നണികളുടെ അവരുടെ കേരളത്തിൽ നടത്തുന്ന പ്രീണന രാഷ്ട്രീയം നടക്കാത്തത് കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ അവർക്ക് എന്ത് സംഭവിക്കുന്നു? അവിടെ ഛത്തീസ്ഗഡിൽ BJP ഭരിക്കുന്നത് കൊണ്ട് മാത്രം BJPയുമായി ബന്ധപ്പെട്ട BJPക്ക് അനുകൂലമായി ഉണ്ടാകുന്ന സാഹചര്യത്തെ, കേരളത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ന്യൂസ് വ്യഭിചാരം നടത്തുന്നതെന്ന് പറയുന്നതിന് ഒരു മടിയുമില്ല.
ഇതൊരു സത്യസന്ധമായ കാര്യമാണ്. ഇല്ലാതെ ഇവിടുത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങളോടോ മുസ്ലിം സഹോദരങ്ങളോടോ ഹൈന്ദവ സഹോദരങ്ങളോടോ ഒരു തരത്തിലുള്ള ഒരു വേർതിരിപ്പോടുകൂടി പ്രവർത്തിക്കുവാൻ തയ്യാറല്ല എന്നുള്ളതാണ് BJPയുടെ സത്യസന്ധമായ കാര്യം.